എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സെപ്റ്റംബർ 8 ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ ആണ്. എന്താണ് ഈ ലിറ്ററസി, എന്താണ് സാക്ഷരത എന്ന് നമുക്ക് ആദ്യം നോക്കാം. അച്ചടിച്ചതോ എഴുതപ്പെട്ടതോ ആയ ഭാഷ സന്ദർഭോചിതമായി മനസ്സിലാക്കാനും ബോധ്യപ്പെടുത്താനും സൃഷ്ടിക്കാനും വിനിമയം ചെയ്യാനും ഗണിക്കാനും ഉപയോഗിക്കാനുള്ള കഴിവാണ് സാക്ഷരത എന്നാണ് യുനെസ്കോയുടെ നിർവചനം. ഓക്കെ, സാക്ഷരത നമുക്ക് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ. ഇന്ത്യയിൽ സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യ സംസ്ഥാനമാണ് കേരളം. 1991 ഏപ്രിൽ 18 കേരളം സമ്പൂർണ്ണ സാക്ഷരത കൈവരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടത്. 90.86% പ്രഖ്യാപനം നടക്കുമ്പോൾ കേരളത്തിലെ സാക്ഷരത. ഇൻ്റർനാഷണൽ ലിറ്ററസി ഡേ 2023 യുനെസ്കോ കൊടുക്കുന്ന തീം എന്താണെന്ന് നമുക്ക് നോക്കാം അല്ലേ. തീം എന്ന് പറയുന്നത് പ്രൊമോട്ടിംഗ് ലിറ്ററസി ഫോർ എ വേൾഡ് ഇൻ ട്രാൻസിഷൻ, ബിൽഡിംഗ് ദ ഫൗണ്ടേഷൻ ഫോർ സസ്റ്റൈനബിൾ ആൻഡ് പീസ്ഫുൾ സൊസൈറ്റി. മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ നമ്മളെ ലിറ്ററസി അല്ലെങ്കിൽ സാക്ഷരത അല്ലെങ്കിൽ അറിവ് വർദ്ധിപ്പിക്കുക എന്നുള്ളൊരു കാര്യം നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും പിന്നെ നമ്മൾ ഓരോ സൃഷ്ടികൾ ഉണ്ടാക്കാനും സന്ദർഭത്തിനനുസരിച്ച് എന്താണോ നമ്മുടെ സിറ്റുവേഷൻ അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു ഭാഷ നമ്മൾ ഉപയോഗിക്കുകയാണല്ലേ. ഈ ഒരു കഴിവ് നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ നമ്മൾ ചെയ്യുന്നത് എന്താണ്? ബിൽഡിംഗ് ദ ഫൗണ്ടേഷൻ ഫോർ സസ്റ്റൈനബിൾ ആൻഡ് പീസ്ഫുൾ സൊസൈറ്റി. സമാധാനപരമായ സുസ്ഥിരമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള അടിത്തറ നമ്മൾ പാകുകയാണ്. ഇതാണ് നമ്മൾ 2023 ലിറ്ററസി ഡേ തീം. അപ്പോൾ ഇനി ബാക്കി നോക്കാം അല്ലേ. ഇനി നമ്മൾ പറയാൻ പോകുന്നത് എങ്ങനെയാണ് ഈ സാക്ഷരത കാൽക്കുലേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു കേരളമാണ് സാക്ഷരതയിൽ മുന്നിലെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ് നമുക്ക് കിട്ടുക? അത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ 7 വയസ്സ് മുതലുള്ള സാക്ഷരരുടെ എണ്ണത്തെ 100 കൊണ്ട് ഗുണിച്ച് 7 വയസ്സ് മുതലുള്ളവരുടെ ജനസംഖ്യ കൊണ്ട് ഹരിച്ചാണ് സാക്ഷരത കണക്കാക്കുന്നത്. ഇങ്ങനെ ലഭിക്കുന്ന നിരക്കിനെയാണ് യഥാർത്ഥ സാക്ഷരതാ നിരക്കായി പരിഗണിക്കുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എത്രത്തോളം സാക്ഷരതയാണ് ഓരോ രാജ്യത്തിനുള്ളത് എന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുന്നത്. കേരളത്തിൻ്റെ സാക്ഷരതയെ പറ്റി പറയുകയാണെങ്കിൽ ഇനിയും നമുക്ക് ഒരുപാടധികം കാര്യങ്ങൾ പറയാൻ പറ്റും. 1990 ഫെബ്രുവരി 4 സമ്പൂർണ്ണ സാക്ഷരത നേടുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയായി എറണാകുളത്തെ തിരഞ്ഞെടുക്കുന്നത്. ഇതിൻ്റെ തുടർച്ചയായി കേരളത്തിലുടനീളം നടന്ന സാക്ഷരതാ യജ്ഞത്തിൻ്റെ ഫലമായി ഏകദേശം 12 ലക്ഷം പേരെ വിദ്യാഭ്യാസത്തിലേക്ക് കൈപിടിച്ചുയർത്താൻ സാക്ഷരതാ മിഷന് കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലെ ഏഴോം ഗ്രാമപഞ്ചായത്താണ് സമ്പൂർണ്ണ സാക്ഷരത നേടിയ ആദ്യത്തെ ഗ്രാമപഞ്ചായത്ത്. സമ്പൂർണ്ണ സാക്ഷരതാ പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിൽ സാക്ഷരതാ പ്രവർത്തനങ്ങൾക്ക് പുതിയൊരു മാനം കൈവന്നു. അതായത് തുടർ പഠനത്തിനുള്ള അവസരമൊരുക്കാനായി തുടർ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളും തുല്യതാ പദ്ധതികളും നിലവിൽ വന്നു. സംസ്ഥാന സർക്കാരിൻ്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി എന്ന സ്വയംഭരണ സ്ഥാപനത്തിന് രൂപം നൽകി 1998 ഒക്ടോബർ 2 സ്ഥാപനത്തിന് കീഴിൽ കേരളത്തിൽ തുടർ വിദ്യാഭ്യാസ പദ്ധതിക്ക് തുടക്കം കുറിച്ചു. കേരളത്തിൻ്റെ സമഗ്ര സാക്ഷരത ലക്ഷ്യമാക്കി വിവിധ ജില്ലകളിൽ വിവിധ പദ്ധതികൾ നടന്നു വരുന്നുണ്ട്. പാലക്കാട് ജില്ലയിൽ നടക്കുന്ന ആദിവാസി സാക്ഷരതാ പദ്ധതി, കോഴിക്കോട് ജില്ലയിലെ ഉണർവ്, വയനാട് ജില്ലയിലെ അക്ഷരദീപം, മലപ്പുറം ജില്ലയിലെ തീരജ്യോതി ഒക്കെയാണ് ഈ പദ്ധതികളിൽ ഉൾപ്പെടുന്നത്. ഇതൊക്കെയാണ് നമ്മൾ കേരളവും സാക്ഷരതയും തമ്മിൽ കണക്ട് ചെയ്ത് വരുമ്പോൾ ഉള്ള കുറച്ച് ബേസിക് ഡീറ്റെയിൽസ്. നിങ്ങൾക്ക് ഈ ഡീറ്റെയിൽസ് സാക്ഷരതാ ക്വിസിന് ഉപയോഗിക്കാം. നിങ്ങളിപ്പോൾ അന്നത്തെ ദിവസം അസംബ്ലിയിൽ നിങ്ങളാണ് ഒരു പ്രസംഗം ചെയ്യുന്നതെങ്കിൽ ഈ ഉള്ള ഡേറ്റയൊക്കെ നിങ്ങൾക്ക് ഇതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ഞാൻ കുറച്ച് പോസ്റ്റേഴ്സാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്.
സോ ഇത്രയാണ് ഇന്നത്തെ വീഡിയോ. പോസ്റ്റേഴ്സ് നിങ്ങൾക്ക് ഇനിയും ബ്രൗസ് ചെയ്ത് കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ സ്വന്തം ക്രിയേറ്റിവിറ്റിയിൽ നിങ്ങൾക്ക് പോസ്റ്റേഴ്സ് ചെയ്തുകൊണ്ട് പോകാം. സാക്ഷരതയുടെ ഇമ്പോർട്ടൻസും ഒക്കെ നിങ്ങൾക്ക് സ്കൂളിൽ പോയി അസംബ്ലിക്കും നിങ്ങളുടെ ക്ലാസ്സിലും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു കൊടുക്കാം. എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ സാക്ഷരത എന്നുള്ളതും എല്ലാം മനസ്സിലാക്കി നന്നായിട്ട് സാക്ഷരതാ ദിന ഫങ്ഷൻസിനൊക്കെ പങ്കെടുത്ത് എക്സൽ ചെയ്യുക. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.